ഈ സിനിമയിൽ പലതുമേ കഥയിൽ ഇന്ന് മലയാള സിനിമയിൽ ഇത്തരം റോളുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അങ്ങേര് മല്ലനായിട്ടാണ് പണ്ട് സിനിമകളിലൊക്കെ വന്നിരുന്നത്. അങ്ങേര് അതിൽ നിന്ന് മാറി ഇപ്പോൾ കോമഡി പീസായിട്ട് മാറിയിരിക്കുകയാണ്. ആപ്പിൾ പോലെയേ മൂഞ്ചി 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 മൂഞ്ചിയെ പറഞ്ഞിട്ട്, മൂഞ്ചി പറഞ്ഞ ഫേസ് എന്നാണ് തമിഴിൽ അർത്ഥം കേട്ടോ. വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ മാർട്ടിൻ. പൈങ്കിളി മൂവി ഇന്ന് കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് അതാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് ആരും കരുതരുത്. ഈ സിനിമ എനിക്ക് എങ്ങനെയായിരുന്നു എന്ന് ഞാൻ ഈ വീഡിയോയുടെ അവസാനമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് എനിക്ക് എങ്ങനെയായിരുന്നു എന്ന അഭിപ്രായം വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ പ്രസ് ചെയ്യുക. അടുത്ത് വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് എനേബിൾ ചെയ്യുക. അപ്പം യൂട്യൂബിൻ്റെ ഹോം സ്ക്രീനിൽ ഞങ്ങളുടെ വീഡിയോകൾ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാനാകും. അതിൽ പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇത് സിനിമ മുഴുവനും തന്നെ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവിയാണിത്. ഫുള്ളായിട്ട് കോമഡി മാത്രമാണ് ഉദ്ദേശിച്ചെടുത്തിരിക്കുന്ന സിനിമയാണ്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെയും ഇതിലെ എല്ലാ കഥാപാത്രങ്ങളും തന്നെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അനശ്വര രാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരുടെ കഥാപാത്രത്തിന് ഇന്ന് മലയാള സിനിമയിൽ ഇത്തരം റോളുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു നടി എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ അനശ്വര രാജൻ തന്നെയാണ്. അവർ ഈ സിനിമയിൽ കവുങ്ങിൽ നിന്നൊക്കെ ഊർന്നിറങ്ങി ഓടി ചാടി വളരെയധികം എനർജറ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അവരുടെ ആ ബോഡി ലാംഗ്വേജ് ഒക്കെ തന്നെ അവർക്ക് എനർജറ്റിക് ആയിട്ട് അഭിനയിക്കാൻ കഴിയുന്നുണ്ട് എന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. സജിൻ ഗോപുവിനെ കുറിച്ച് പറയാം. ഈ സിനിമയിലെ നായകൻ. അങ്ങനെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ നേരത്തെ അനശ്വരയുടെ കാര്യം എത്രത്തോളം പറഞ്ഞോ അതിനേക്കാൾ ഒരുപാട് അങ്ങോട്ട് ഇങ്ങേര് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് എക്സ്പ്രഷൻസ്, അതേപോലെ ബോഡി അനങ്ങി ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങേര് നന്നായിട്ട് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെയും ഞാനൊരു കാര്യം പറയാം. സജിൻ ഗോപുവിൻ്റെ അഭിനയത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അതേപോലെ തന്നെ ജിസ്മ വിമൽ, അവർ ഒരു നേഴ്സായിട്ട് പ്രണയമൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അവരുടെ ക്യാരക്ടറിനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പാവം തോന്നുന്ന രീതിയിലാണ്. അവരും അവരുടേതായ നല്ല രീതിയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട്. നമ്മളെ കുറേ ചിരിപ്പിക്കുന്നുമുണ്ട്. പിന്നെ സജിൻ ഗോപുവിൻ്റെ അമ്മ കഥാപാത്രം, അവരുടെ പേര് എനിക്കറിയില്ല, അവരും നന്നായിട്ട് ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ അബു സലീം, അങ്ങേര് മല്ലനായിട്ടാണ് പണ്ട് സിനിമകളിലൊക്കെ വന്നിരുന്നത്. അങ്ങേര് അതിൽ നിന്ന് മാറി ഇപ്പോൾ കോമഡി പീസായിട്ട് മാറിയിരിക്കുകയാണ്. പണ്ട് അങ്ങനെ കണ്ട പേടി തോന്നുമെങ്കിൽ ഇന്ന് അങ്ങേരെ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഈ സിനിമയിൽ അങ്ങേര് മരമണ്ടൻ മല്ലനായിട്ട് 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കുക ഒരു കഥയുണ്ടല്ലോ, മരമണ്ടൻ മല്ലൻ, മണ്ടത്തരങ്ങൾ ചെയ്യുന്ന. അപ്പോൾ ആ ഒരു ആളിനെയാണ് എനിക്ക് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ഓർമ്മ വന്നത്. സുജിത് കുമാർ എന്ന ക്യാരക്ടറിലൂടെ കക്ഷിയും കുറേ ചിരിപ്പിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ സലീം കുമാറിൻ്റെ, ചന്തു സലീം കുമാർ ആൻഡ് റോഷൻ ഷാനവാസ്, ഇവർ കൂട്ടുകാരായിട്ട്, സജിൻ ഗോപുവിൻ്റെ കൂട്ടുകാരായിട്ട് വന്നിട്ട് കുറേ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു അമ്മൂമ്മയുണ്ട്, പിന്നെ ഒരു ചെറിയ പയ്യനുണ്ട്. അവന് പോലും കുറേ ഡയലോഗ് കൊടുത്തിട്ട് അവനും ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ചിരി വരുന്ന കോമഡി തന്നെ പറയുന്നുണ്ട്. ഷെഡ്ഡിയുടെ കാര്യത്തിലടക്കം ഇവർ കോമഡി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നന്നായി വർക്കൗട്ടായിട്ടുണ്ട്. അപ്പോൾ മണ്ടത്തരങ്ങളുടെ കോമഡി കണ്ടാൽ തന്നെ എനിക്ക് പെട്ടെന്ന് ചിരി വരും. അപ്പോൾ ഞാൻ കുറേ ചിരിച്ചു, അത് സത്യമാണ്. പക്ഷേ ഈ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്നതിലേക്ക് ഞാൻ ഇനി കടക്കുകയാണ്. അനശ്വര രാജൻ്റെ കഥാപാത്രത്തിൽ തന്നെ തുടങ്ങാം. അവർ ഒരു പ്രശ്നം അവരുടെ ലൈഫിലുള്ളത് കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് വേറൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് സ്വയം ചാടാൻ തീരുമാനിക്കുകയാണ്. അതായത് കുഴിയിൽ ചാടാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു പ്രശ്നത്തെ തീർക്കാൻ വേണ്ടി ഒരു പെണ്ണും ഇങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോകില്ല. കാരണം അത് അതിനേക്കാളും വലിയ പ്രശ്നമാണ്. ആണുങ്ങളുടെ ഒപ്പമൊക്കെ പോയിട്ട് അവരോടൊപ്പം നടക്കാനുണ്ട്, അവരോടൊപ്പം റൂമിൽ അവരോടൊപ്പം കഴിയാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്, അങ്ങനെ ഒരു കഥയാണ് ഇതിൽ വരുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ ഒരു ലോജിക്കും തോന്നുന്നില്ല. മാത്രമല്ല അത് ഇങ്ങനെ ആരും ചെയ്യില്ല എന്നൊരു തോന്നൽ. ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഇത്തരം കോമഡി സിനിമകൾക്ക് ലോജിക്കൊന്നും വേണ്ട, നമുക്ക് ചിരിക്കാൻ കുറേ കാര്യങ്ങൾ ഉണ്ടായാൽ മതി. പക്ഷേ എന്നിരുന്നാലും അതിനൊരു പരിധിയില്ലേ. കഥയ്ക്ക് നമ്മൾ നോക്കി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നത്തിന് ഇവർക്ക് ഇത് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ വേറൊരു തീരുമാനം എടുത്താൽ പോരെ എന്ന് ആ കഥാപാത്രങ്ങളിൽ നമുക്ക് തോന്നുമ്പോൾ അവിടുന്ന് അങ്ങോട്ട് നമുക്കൊരു മുഷിപ്പ് അനുഭവപ്പെടും. അപ്പോൾ അനശ്വര രാജൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ അനശ്വര ചെയ്യുന്ന ആ ഒരു അഭിനയം ഉണ്ടല്ലോ, ആ ഒരു കാര്യത്തിൽ അവർ നമ്മളെ ഇരുത്തിക്കളഞ്ഞോ
കാരണം കുറേ ചിരിക്കാറുണ്ട്, അവർ കാണിച്ചു കൂട്ടുന്നതൊക്കെ ചിരി വരുന്നുണ്ട് കേട്ടോ. നല്ല എനർജറ്റിക് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ വലിയൊരു പ്രശ്നം തോന്നിയില്ല. പക്ഷേ അവർ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ മണ്ടത്തരാണ്. പക്ഷേ ആ മണ്ടത്തരങ്ങളിലും എല്ലാ ഭാഗത്തും തന്നെ അവർ ഓരോ എക്സ്പ്രഷൻസും ചിരിക്കാനുണ്ട്. നല്ലൊരു ആക്ടറാണ് കേട്ടോ അനശ്വര. ആ ഒരു കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഞാൻ അവരുടെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഫീൽ ചെയ്തില്ല. പക്ഷേ സജിൻ ഗോപുവിൻ്റെ കാര്യത്തിൽ അങ്ങേര് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആ അഭിനയത്തിന് ശരിക്ക് ആ ഒരു വിഷയത്തിനൊരു നല്ലൊരു മാറ്റർ ഉണ്ടെങ്കിൽ 100% ഉറപ്പാണ് അങ്ങേർക്ക് അവാർഡ് ലഭിക്കും. അതുപോലത്തെ അഭിനയം തകർത്ത് അഭിനയിച്ചിട്ടുണ്ട് സജിൻ ഗോപു. പക്ഷേ ഈ സിനിമയിൽ അങ്ങേർക്കും ഇതേപോലെ തന്നെയാണ്. ഒരു പ്രശ്നത്തിൽ നിന്ന് മാറി രക്ഷപ്പെടാൻ വേണ്ടി വേറൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് സ്വയം പോയി ചാടുകയാണ്. പക്ഷേ ആദ്യം വരുന്ന പ്രശ്നം തന്നെ അങ്ങേർക്ക് പ്രശ്നമായിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്യാതെ കരഞ്ഞ് കൊളാക്കിയിരിക്കുകയാണ്. ഒരു പാലത്തിൻ്റെ അവിടെ വെച്ചിട്ട് റോഷൻ ഷാനവാസ് ഇങ്ങേരും ബുള്ളറ്റ് സൈഡാക്കിയിട്ട് നമ്മുടെ സജിൻ ഗോപു കരയുന്ന കരച്ചിൽ കണ്ട ഇപ്പം ജനിച്ച കുട്ടി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കരഞ്ഞാൽ തോറ്റുപോകും. അതുപോലത്തെ കരച്ചിൽ എനിക്ക് സത്യം പറഞ്ഞാൽ അപ്പം തന്നെ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് പോകാനുള്ള ഒരു ഫീലിംഗ് ആണ് തോന്നിയത്. അതായത് അനശ്വര രാജൻ മണ്ടത്തരങ്ങളോ കുറേ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഇരുത്തി കളഞ്ഞെങ്കിൽ ഇങ്ങേരുടെ ആ കരച്ചിലും അതുപോലെയുള്ള കാര്യങ്ങളും കൊണ്ട് എഴുന്നേറ്റ് പോകാനാണ് തോന്നുന്നത്. അതുപോലത്തെ രംഗങ്ങൾ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് സത്യം ഞാൻ പറയാം, അത് സജിൻ ഗോപുവിൻ്റെ കുഴപ്പമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു മെയിൻ മാറ്ററിനാണ് അദ്ദേഹം ഇത് അഭിനയിച്ചിരുന്നെങ്കിൽ 100% ഉറപ്പാണ് അങ്ങേർക്ക് അവാർഡ് ലഭിക്കുക. അത്രയും കാര്യങ്ങൾ അങ്ങേര് കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കഥയ്ക്ക് ഉള്ള പ്രശ്നങ്ങളും ഇതൊക്കെ കാണുമ്പോൾ വെറുപ്പിക്കൽസ് ആണ് നമുക്ക് തോന്നുന്നത്. അങ്ങേരുടെ കഥാപാത്രത്തിന് ആദ്യം ഉണ്ടാകുന്ന പ്രശ്നം ശരിക്കും പോലീസിൽ നേരിട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്കത് നോക്കുമ്പോൾ തോന്നിയത്. പിന്നെ നാട്ടുകാരെയും വീട്ടുകാരെയൊക്കെ അതും പറഞ്ഞ് ഉള്ള കാര്യങ്ങളേ ഉള്ളൂ. പക്ഷേ അതിന് പകരം അവിടെയും ഒന്നും പറയാതെ വീണ്ടും ഭയങ്കര ഓവർ ആക്ടിങ്ങും കാര്യങ്ങളും ആയിട്ട് അങ്ങനെ വെറുപ്പിക്കൽസായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതേപോലെ അനശ്വരയുടെ കാല് പിടിച്ചുകൊണ്ട് അങ്ങേര് പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിൽ ലാസ്റ്റ് വരുമ്പോൾ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ ഭയങ്കര ഒരു ബോറടിപ്പിക്കലാണ്. അതേപോലെ അനശ്വരേനെ വിളിച്ചു കൊണ്ടുപോകാൻ വരുമ്പോൾ അങ്ങേര് വെട്ടുകത്തിയുമായിട്ട് മുന്നിൽ വീട്ടുമുറ്റത്ത് ചാടിയിട്ട് ഓടിക്കളിച്ച് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഓവർ ആക്ടിങ്ങും ബോറടിപ്പിക്കലുമായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അഭിനയം എന്ന നിലയ്ക്ക് അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിലെ ആ ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ബോറടിക്കുകയാണ്. അതിൻ്റെ കാരണം ജീത്തു മാധവൻ്റെ ഈ കഥ തന്നെയാണ്. ഈ കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ കുറേ വെറുപ്പിക്കൽസ്, അതേപോലെ ഇങ്ങനെ ഓവർ ആക്ടിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നിട്ട് നമുക്ക് നല്ല ബോറടി എനിക്ക് ഈ സിനിമയിൽ കിട്ടി. അപ്പോൾ ഈ സിനിമ ആർക്ക് സൂട്ടാവുമെന്ന് പറഞ്ഞാൽ ഒരു ലോജിക്കും ഇല്ലാതെ ഒരു കഥയോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും ചിന്തിക്കാതെ ചിരിക്കാൻ മാത്രം, ചിരിയുടെ ഭാഗം മാത്രം ശ്രദ്ധിച്ചിട്ട് ഞങ്ങൾക്ക് പോയാൽ മതി എന്നുള്ളവർക്ക് ഈ സിനിമ സൂട്ടാകും. പക്ഷേ അവർക്ക് പോലും ഈ സിനിമയിലെ ഇത്തരം ബോറായ വിഷയങ്ങൾ വരുമ്പോൾ മുഷിപ്പ് വരും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. കാരണം എനിക്ക് അങ്ങനെ ഉണ്ടായി, മറ്റുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല, എനിക്ക് അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ സജിൻ ഗോപുവും അതേപോലെ റോഷൻ ഷാനവാസും കൂടി തമിഴ്നാട്ടിൽ കൂടെ ബുള്ളറ്റിൽ പോകുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു തമിഴ് സോങ് ഇവർ കൊടുത്തിട്ടുണ്ട്. ആപ്പിൾ പോലെയേ മൂഞ്ചി 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 മൂഞ്ചിയെ പറഞ്ഞിട്ട്, മൂഞ്ചി പറഞ്ഞാൽ ഫേസ് എന്നാണ് തമിഴിൽ അർത്ഥം കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ സിനിമയിൽ കുറേ ഞാൻ ചിരിച്ചെങ്കിലും ഇതിലെ ആ ഒരു വെറുപ്പിക്കൽസും ഓവർ ആക്ടിങ്ങും ഒക്കെ കാരണം എനിക്ക് സിനിമ തിയേറ്റർ വിട്ട് പുറത്തിറങ്ങിയപ്പോൾ തോന്നിയത്, ഈ സിനിമയിൽ പലതുമേ കഥയിൽ പ്രശ്നം കാരണം മൂഞ്ചി 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 മൂഞ്ചിയേ.